രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ നമ്മൾ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോനാഥ, കരുണയായി സ്നേഹമായി തിരുവോസ്തുരൂപനായി നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ നീ വെളിപ്പെടുത്തിയ വലിയ രഹസ്യങ്ങൾ ഞങ്ങൾ ഓർത്തെടുക്കുന്നു. 3 മണി സമയം പ്രത്യേകിച്ച് പാപികൾക്കായി എൻ്റെ കരുണയിൽ അഭയം തേടുവാനായിട്ടുള്ള സമയമാണ്. ഈ നിമിഷത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഉള്ളുവെങ്കിലും എൻ്റെ പീഡാസഹനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ലോകം മുഴുവനിലും എൻ്റെ കരുണ ചൊരിയപ്പെടുന്ന മഹനീയ മണിക്കൂറാണിത്. മരണകരമായ എൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. എൻ്റെ സഹനത്തെ പ്രതി സമർപ്പിക്കുന്ന ഏതൊരു അപേക്ഷയും ഈ മണിക്കൂറിൽ ആ ആത്മാക്കൾക്ക് ഞാൻ നിരസിക്കുകയില്ല. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ വെളിപ്പെടുത്തിയ കാര്യമാണ്. അത്രമാത്രം കരുണ ചൊരിയുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ലോകമെമ്പാടുമുള്ള സകലരിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഭക്തിയോടെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനാമയുടെ ഡയറിയിൽ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ദൈവ കരുണയെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. 3 മണി സമയത്ത് ദൈവത്തിൻ്റെ കരുണ ലോകം മുഴുവനിലേക്ക് ചൊരിയുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ആ കരുണയിൽ അഭയം പ്രാപിക്കുവാനും നമ്മളെ ഓരോരുത്തരെയും ഈശോ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവേദ്യമാകുന്നത് നമ്മൾ വരപ്രസാദത്തിലായിരിക്കുമ്പോഴാണ്, ദൈവവരപ്രസാദത്തിലായിരിക്കുമ്പോഴാണ്. ദൈവം നൽകുന്ന വലിയ കൃപകളും സ്നേഹവും കരുണയുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് കുദാശകളുടെ സ്വീകരണത്തിലൂടെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയൊക്കെയാണ്. ദൈവത്തോട് അത്രമാത്രം ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയും. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്നവരുടെ മേൽ ഞാൻ എൻ്റെ കരുണ വർഷിക്കും. അത്രമാത്രം സ്നേഹത്തോടെ നമ്മളെ കടാക്ഷിക്കുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് വലിയ കരുണ ചൊരിയുമെന്നുള്ളത് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. വചനം നമ്മൾ പരിശോധിക്കുകയാണ്, ഉൽപ്പത്തി മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ആ ഒരു വലിയ ബലഹീനതകൾ നമുക്ക് കാണുവാനും സാധിക്കും. ദൈവം ഇത്രമാത്രം ശക്തമായി മനുഷ്യനെ രൂപീകരിക്കുകയും അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങളൊക്കെ ചൊരിയുകയും അവന് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനാണ് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ഈ ഒരു വലിയ സത്യം, യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടും മനുഷ്യൻ അത് അത്രമാത്രം വിലമതിക്കുന്നില്ല എന്നുള്ളത് ദൈവത്തെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ ഉടനീളം കാണാം, ആദിമാതാപിതാക്കളുടെ ജീവിതം ഇത്രമാത്രം സൗകര്യങ്ങളോടുകൂടി അവരെ പറുദീസായിൽ അയക്കുമ്പോൾ അവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കൽപ്പനകൾ പാലിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോവുകയാണ്. പിന്നെ തുടർന്ന് നമ്മൾ കാണുന്നത് നോഹയുടെ പെട്ടകത്തിൽ എന്തുമാത്രം തിന്മകൾ കടന്നുകൂടുകയാണ്. വീണ്ടും പിന്നെ സൊദോം ഗൊമോറയുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയ പാപത്തിൻ്റെ ആ ഒരു വലിയ ബന്ധനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ അത്രമാത്രം
ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആ ഒരു വലിയ പരിപാലനം നിന്നൊക്കെ അകന്നു പോയി എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ താൻ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച മനുഷ്യൻ ആ ഒരു വലിയ തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ മനസ്സിലാക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മനുഷ്യവംശത്തെ ഓർത്ത് വിലപിക്കുകയാണ്. ഇത്രമാത്രം ഞാൻ ഇസ്രായേലിനെ ഒരു കൈക്കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചു, എന്നിട്ട് അവരെൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ല, എൻ്റെ കാരുണ്യം മനസ്സിലാക്കിയില്ല. കാരണം നമുക്കറിയാം, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ അത്ഭുതകരമായി അവരെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നതാണ് ദൈവം. അത് ഓരോ ഇസ്രായേൽക്കാരനും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞൊരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നിട്ടും അവരുടെ ജീവിതത്തിലേക്ക് പാപത്തിൻ്റെ ആ ഒരു ദംശനങ്ങൾ കടന്നു വരികയാണ്. അവരൊരിക്കലും വീണ്ടും അവർക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ തിരിച്ചു വരും, വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും അവരുടെ ജീവിതത്തിലുണ്ട്. അപ്രകാരം അവരുടെ ജീവിതത്തെ ഒരു ഓൺ ആൻഡ് ഓഫ് ആ ഒരു ലൈഫിലേക്കാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വലിയ ബോധ്യത്തോടുകൂടെയാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുക. ഇത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ അറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. നമ്മൾ 2 സമൂവേൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ അടുത്ത് വന്ന് ദാവീദിൻ്റെ അടുത്ത് ദൂത് അറിയിക്കുന്നത് കാണാൻ പറ്റും. അത്രയും നാളും എല്ലാം ഓക്കെയാണ് എന്ന് വിചാരിച്ചിരുന്ന ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് നാഥാൻ പ്രവാചകൻ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് എത്തുകയാണ്. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാകപ്പിഴ ഒന്നല്ല, ഒരു പാപം അവനെ ഒത്തിരി പാപങ്ങളിലേക്ക് നയിച്ചെന്ന് കാണാൻ പറ്റും. എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമ്പത്തും അധികാരവും അതുപോലെ തന്നെ സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്, രാജാവായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപം എന്ന് പറയുന്നത്, എല്ലാ പാപങ്ങളുടെയും ഒരു തുടക്കം എന്നതുപോലെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പാപം എന്നത് അലസതയായിരുന്നു. അവൻ്റെ രാജ്യത്തിലുള്ള ആളുകളെല്ലാവരും യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവൻ മട്ടുപ്പാവിൽ വിശ്രമിക്കുകയായിരുന്നു. എൻ്റെ അർത്ഥം, രാജാവ് യുദ്ധത്തിൽ അത്രമാത്രം നേതൃത്വം കൊടുക്കേണ്ട ഒരു വ്യക്തി മട്ടുപ്പാവിൽ യുദ്ധം നടക്കുമ്പോൾ കിടന്നുറങ്ങുകയായിരുന്നു പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും ആദ്യത്തെ പാപം എന്നത് അലസതയായിരുന്നു. ഈ അലസതയുടെ ഭാഗമായിട്ട് അവൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്നുപോയി. അവൻ്റെ സ്വന്തം സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും മറ്റൊരു പാപത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം, ഒരു പാപം നമ്മളെ മറ്റ് പാപങ്ങളിലേക്ക് നയിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം കെയർഫുള്ളായിട്ടാണ് നമ്മൾ പരിപാലിക്കേണ്ടത്. അവൻ്റെ ജീവിതത്തിലെ അലസത അവനെ വലിയ പാപത്തിലേയും ഒരു വലിയ കൊലപാതകത്തിലേക്ക് പോലും നയിക്കുവാനും വ്യഭിചാരത്തിലേക്ക് നയിക്കുവാനും ഒക്കെ അവനെ സഹായിക്കുകയാണ്. ആ ഒരു വലിയ തെറ്റ് അവൻ്റെ മുമ്പിൽ നാഥാൻ പ്രവാചകൻ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. അത് ദാവീദിൻ്റെ ഹൃദയത്തിലേക്ക് പതിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 2 സാധ്യതകളാണ് അവൻ്റെ മുമ്പിലുള്ളത്. അവന് പറയാമായിരുന്നു, ഞാൻ രാജാവാണ്, നീ അധികം ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്ന കാര്യം വേണം നടക്കും. അങ്ങനെ ദാവീദിന് പറയാം. കാരണം ദാവീദ് രാജാവിന് അത്രമാത്രം അധികാരമുള്ളൊരു സമയമാണ്. രാജാവാണ്, സർവാധികാരിയാണ്. രാജാവിന് പറയാമായിരുന്നു, നാഥാൻ പ്രവാചകൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ കാര്യങ്ങൾ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി ആദ്യം ദാവീദ് രാജാവ് ചെയ്യുന്നത് വസ്ത്രം കീറി ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇത്രമാത്രം തെറ്റുകൾ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നെഞ്ചുരുകി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിനെ നമ്മൾ കാണുക. തൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻ, 2 സാധ്യതകൾ നിൽക്കുമ്പോൾ രണ്ടാമത്തെ സാധ്യത ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിനെ കാണുന്നു. 51-ാം സങ്കീർത്തനം അതുതന്നെയാണ്. ദാവീദ് രാജാവിൻ്റെ ഒരു വിലാപമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം തെറ്റുകൾ സംഭവിച്ചു പോയി,
എൻ്റെ മാനുഷികമായ ബലഹീനതയിൽ ഞാൻ വീണുപോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് രാജാവ് വിലപിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട്. കർത്താവ് അവനോട് വീണ്ടും കരുണ കാണിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്ന ഒരു വലിയ പാപത്തിൻ്റെ ഒരു മേഖലയാണ് അലസത. ഇതൊരു വലിയ അലസത, ചെറിയ അലസതയാണെങ്കിൽ പോലും അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് വലിയ ദുരന്തങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഈ പാപത്തെ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് വീണ്ടും കൂടുതൽ തീക്ഷ്ണതയോടെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ കർത്താവിൽ അഭയം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദാവീദ് രാജാവ് ചെയ്തതുപോലെ നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവെ കരുണ തോന്നണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കും. അതുകൊണ്ടാണ് 121 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കർത്താവെ നീ എന്നോട് കരുണ കാണിക്കുന്നിടം വരെ ഞാൻ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവെ നീ എന്നോട് കരുണ കാണിക്കുന്നത് വരെ ഞാൻ അങ്ങേ തന്നെ നോക്കിയിരിക്കും. സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈകളിലേക്ക് എന്നതുപോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിയുടെ കൈകളിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ ഇതാ നമ്മുടെ കൂടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന സമയമാണ്. ദൈവം ലോകം മുഴുവൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയം. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ബലഹീനതകളുമെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മളെ ശുദ്ധീകരിക്കും. നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യം നമ്മളെ വിശുദ്ധീകരിക്കും. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാം. പ്രഭാത സ്നേഹത്തോടെ കാരുണ്യത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം, നമ്മുടെ ബലഹീനതകൾ മാറ്റി നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം ഇതായി അൾത്താരയെ നമ്മളെ ആശീർവദിക്കാൻ നമ്മുടെ കൂടെയായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പാപത്തിൻ്റെ ബന്ധനങ്ങളും പാപത്തിൻ്റെ അവസ്ഥകളെയും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊണ്ട് കർത്താവെ നിൻ്റെ കരുണയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അലസതയുടെ ദുരാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവെ നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ ബുദ്ധിമുട്ടുകളും കാലാവസ്ഥ കെടുതികളൊക്കെ മൂലം ഒത്തിരിയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങനെ കാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവെ അങ്ങേ സ്തുതിച്ചുകൊണ്ട് നിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവെ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും